ചെറുപുഴ പഞ്ചായത്ത് മെഗാ ശുചീകരണം സ്വച്ഛോത്സവം ആരംഭിച്ചു. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ചെറുപുഴ പഞ്ചായത്ത് മെഗാ ശുചീകരണം സ്വച്ഛോത്സവം ആരംഭിച്ചു. ചെറുപുഴ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. എന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം നടത്തി വരികയാണ്. അതിൻ്റെ ഭാഗമായി നമ്മൾ ചെറുപുഴ ടൗണും പരിസരവും എല്ലാം ശുചീകരിക്കുകയാണ്. ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മളെ കാണുന്നവർക്കും കേൾക്കുന്നവർക്കും ഒക്കെ അവർക്കൊരു ബോധവൽക്കരണമായി മാറിക്കൊണ്ട് നമ്മുടെ പ്രദേശങ്ങളെ കൂടുതൽ മാലിന്യമുക്തമാക്കുവാനും അങ്ങനെ ഒരു മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുവാനും നമുക്ക് സാധിക്കണം. ഒരുപാട് മാറിയിരിക്കുന്നു. മുൻപൊക്കെ കാണുന്നത് പോലെയുള്ള മാലിന്യങ്ങളൊന്നും നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ കാണാനില്ല. എങ്കിലും ഇനിയും നിരന്തരമായ കുറേ നാളുകളുടെ പ്രയത്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പൂർണ്ണമായും ആളുകൾ വലിച്ചെറിയുക എന്നുള്ള അവരുടെ ആ ഒരു തോന്നലിൽ നിന്ന് പിന്മാറിക്കൊണ്ട് അത് നമുക്ക് ശേഖരിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ബിന്നുകളുണ്ട്, ബോട്ടിൽ ബൂത്തുകളുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ആ സൗകര്യങ്ങളിൽ നിക്ഷേപിച്ച് നമ്മുടെ പ്രദേശത്തെ മാലിന്യമുക്തമാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംഘടനകളുടെ നമ്മുടെ ടൗണുകൾ വലിയൊരു മാറ്റം ഈ രംഗത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റോഡ് സൈഡൊന്നും പഴയ പോലെ മാലിന്യങ്ങൾ പോയില്ല. നമ്മുടെ കേരളത്തിൻ്റെ ഏത് ഭാഗത്ത് സഞ്ചരിച്ചാലും നമുക്ക് ഒട്ടാതെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഇപ്പം കൈവച്ചിട്ടുണ്ട്. ഇന്നുകൂടി സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. അതുപോലെ തന്നെ വീടുകൾ, റോഡുകൾ ഒക്കെ തന്നെ മാലിന്യ പൂർണ്ണമായി. എന്നാൽ ഏതാനും പോലത്തെ 30 വർഷത്തെ പ്രവർത്തന ഫലമായി നമ്മുടെ വീടും പരിസരവും മാലിന്യ മുക്തമായി കർമ്മസേനാംഗങ്ങളുടെ പ്രവർത്തന ഫലമായി നമ്മുടെ വീടുകളൊക്കെ മാലിന്യമുക്തമായി മാറിക്കഴിഞ്ഞു. പഞ്ചായത്ത് അംഗം വി ഭാർഗവി, പഞ്ചായത്ത് സെക്രട്ടറി ബിറ്റാജ് തോമസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ വി മുഹമ്മദ് ഷെരീഫ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ, വ്യാപാരി വ്യവസായി സമിതി എം വി ശശി എന്നിവർ പ്രസംഗിച്ചു. ജനപ്രതിനിധികൾ, വ്യാപാരികൾ, നാട്ടുകാർ തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുത്തു. മറ്റ് സന്നദ്ധ സംഘടനയുടെ നേതൃത്വത്തിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ചെറുപുഴ ടൗണിലുള്ള മാലിന്യ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കണ്ടെത്തുക എന്നുള്ള നിലയിൽ ജനങ്ങളിലേക്ക് അവബോധം എത്തിക്കുക എന്നുള്ള നിലയിലും വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. പഞ്ചായത്ത് മാത്രമല്ല കേരളം മൊത്തത്തിൽ ഇത്തരം മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനം നടത്തുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ രോഗങ്ങൾ കുറഞ്ഞു വരും. കണക്കുകൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തേക്കാളും പകർച്ചവ്യാധികളുടെ വ്യാപനം നമ്മുടെ പഞ്ചായത്തിൽ വളരെ കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. തീർച്ചയായും ഇനിയും മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകുന്നത്. കുറ്റകരമാക്കിക്കൊണ്ടുള്ള നിയമങ്ങൾ വന്നതിന് ശേഷവും അതിനെ ലംഘിക്കുന്ന പ്രവണതകൾ പല ഭാഗത്തുനിന്നുണ്ടായപ്പോഴൊക്കെ ശക്തമായ നടപടിയും നിലപാടും എടുത്തുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ മുന്നോട്ട് പോയപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ നാട് വളരെയേറെ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു. തികച്ചും മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഈ കൂട്ടായ്മയിലൂടെ നടക്കുന്നത്. 8 വർഷക്കാലമായിട്ട് നമ്മുടെ ഈ പഞ്ചായത്തിൽ നല്ല രീതിയിൽ ശുചീകരണ പ്രവർത്തനം നടത്തി വരികയാണ്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം നല്ല സജീവമായിട്ട് നമ്മുടെ പ്രദേശത്ത് നടക്കുന്നുണ്ടെങ്കിലും ചില സന്ദർഭങ്ങളിൽ എല്ലാ 100% ആളുകളും ഇതുമായി പൊരുത്തപ്പെട്ടു പോകാൻ സാധിച്ചില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പല മേഖലകളിലും നമുക്ക് ഇതുപോലെ കാര്യങ്ങൾ ചപ്പുചവറെല്ലാം കുന്നുകൂടി കിടക്കുന്ന ചില മേഖലകളുണ്ട്. അതെല്ലാം കണ്ടെത്തി പഞ്ചായത്ത് പല സന്ദർഭങ്ങളിലും അത് മാറ്റാൻ പറയുന്നുണ്ട്, മാറ്റിയെടുക്കുന്നുണ്ട്. ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും, മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.